ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ അക്വേറിയെ പറ്റി പറയാം. പക്ഷേ നമ്മുടെ മീനുകളെ പറ്റിയല്ല, ഈ രണ്ട് പ്ലാന്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അക്വേറിയം തുടങ്ങുമ്പോൾ നമുക്ക് മിക്കവർക്കുള്ള സംശയമുണ്ട് എന്ത് ടൈപ്പ് പ്ലാന്റ് യൂസ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു സംശയം കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ രണ്ട് പ്ലാന്റും മേടിച്ചിട്ടൊരു 2 മാസം ആവുന്നുണ്ട്. സോ രണ്ട് പ്ലാന്റും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെറ്ററും ഏതാണ് ബെറ്റർ അല്ലാത്തതെന്ന്. സോ നമ്മളെപ്പോഴും പ്ലാന്റ് ചൂസ് ചെയ്യുമ്പം ഇങ്ങനത്തെ പ്ലാന്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ പ്ലാന്റ് കണ്ടല്ലോ, നല്ല ഗ്രോത്തോട് ഞാൻ മേടിച്ച പ്ലാന്റാണ്. പക്ഷേ കണ്ടല്ലോ, അത് അഴുകിപ്പോകുന്നുണ്ട്, നന്നായിട്ട് അഴുകിപ്പോകുന്നുണ്ട്. ആ അഴുകിപ്പോകുന്നതിന് കണ്ടല്ലോ, ഈ ഫിൽറ്ററിലും എല്ലാം ആ പ്ലാന്റ് അഴുകി പെട്ടെന്ന് അഴുക്കാകുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലീൻ ചെയ്യണമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലതായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്ലാന്റ് കാരണം. പക്ഷേ ഈ പ്ലാന്റ് ആ ഒരു പ്രോബ്ലം ഇല്ല. അഴുകാറുണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല. പെട്ടെന്ന് അഴുകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് അല്ല ഇത്. എന്തുകൊണ്ടോ അപ്പം ഈ പ്ലാന്റ് ധൈര്യമായി ചൂസ് ചെയ്യാൻ. കാരണം ഒരു പ്രശ്നമില്ല, ഞാനിവിടെ വെച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. പക്ഷേ ഈ പ്ലാന്റ് ഞാൻ ഒരിക്കലും ആരോടും മേടിക്കണമെന്ന് പറയത്തില്ല. പ്ലാന്റ് മേടിക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് അഴുകാത്ത ടൈപ്പും കൂടുതൽ നാല് അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതെല്ലാവരും ശ്രദ്ധിച്ചാൽ കുറച്ച് നമുക്ക് ക്ലീനായിട്ട് നമുക്ക് ടാങ്ക് അക്വേറിയം വെച്ചിരിക്കാൻ പറ്റും. ഈ പ്ലാന്റ് ഓക്കെ ആണ്, കണ്ടല്ലോ, ഗ്രോ